ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ഇന്ന് രാത്രി നടക്കാൻ പോകുന്ന ചാമ്പ്യൻസ് ലീഗ് റൗണ്ട് ഓഫ് 16 മത്സരത്തിലെ കുറച്ച് മത്സരങ്ങളെ കുറിച്ചാണ്. ഇന്ന് രാത്രി നടക്കാൻ പോകുന്ന മത്സരങ്ങളെ കുറിച്ചാണ്. ഇന്ന് രാത്രി എന്ന് പറഞ്ഞാൽ നാളെ പുലർച്ചെ 1:30 മണിക്കും ഇന്ന് രാത്രി ആയിട്ട് നടക്കുന്ന മത്സരങ്ങളാണ്. അപ്പൊ ഇന്നലെ ചാമ്പ്യൻസ് ലീഗ് റൗണ്ട് ഓഫ് 16 പൂരത്തിനുള്ള വെടിക്കെട്ടിന് തിരികൊളുത്തിയിട്ടുണ്ട്. അപ്പൊ ഇന്ന് അത് കൂട്ടോട് കൂട്ടിയിട്ടൊന്ന് പൊട്ടി തകർക്കോ ഇല്ല എന്നുള്ളത് കാത്തിരുന്ന് കാണാം. എന്താ കാരണം എന്ന് പറഞ്ഞാൽ ഇന്ന് നടക്കാൻ പോകുന്ന കിട്ടിലും 2 മത്സരങ്ങളാണ്. ഒന്ന്, ക്ലബ് വേൾഡ് കപ്പിൽ ഫൈനലിൽ പണി തന്ന ചെൽസിക്കെതിരെ PSG ഇറങ്ങുമ്പോൾ, ചാമ്പ്യൻസ് ലീഗിൽ കുറെ വർഷങ്ങളായി 5 സീസണായിട്ട് ഇവരിങ്ങനെ കൈകോർത്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. റയൽ മാഡ്രിഡ് വേഴ്സസ് മാഞ്ചസ്റ്റർ സിറ്റി 5 കളികൾ അവർ ജയിച്ചിട്ടുണ്ടെങ്കിൽ 5 കളികൾ ഇവരും ജയിച്ചിട്ടുണ്ട്. അപ്പോൾ നാളത്തെ വിജയം ആരുടെ കൂടെ ആയിരിക്കും? അപ്പോൾ അതിനൊക്കെ മുൻപ് നമ്മളൊരു കാര്യം ചോദിക്കാൻ പോകുന്നത്, നാളെ നിങ്ങൾ ഏത് കളിയാണ് ഇരുന്ന് കാണാൻ പോകുക? ഏതെങ്കിലും ഒരു കളി കാണുന്നതിന്റെ കാര്യം പറയും. ചിലപ്പോൾ 2 കളി എന്നെ പോലെ, ചിലപ്പോൾ 2 കളി കാണുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ ഏത് കളിയാണ് നാളെ കാണുമ്പോൾ? റയൽ മാഡ്രിഡ് വേഴ്സസ് മാഞ്ചസ്റ്റർ സിറ്റി ആണോ, അതോ ചെൽസി വേഴ്സസ് PSG ആണോ എന്നുള്ളത് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്. എത്ര ഗോളിലായിരിക്കും ഇവർ ജയിക്കുക എന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ തീപ്പാറിയ ഒരു പോരാട്ടം തന്നെയാണ്. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ UEFA എന്ത് തേങ്ങയ്ക്കാണ് ഇമാതിരി കളികളൊക്കെ ഒരുമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ചെൽസിയുടെയും PSG യുടെ കളി ഒരു 9:15 അല്ലെ ആ ഒരു ടൈമിൽ വെച്ചൂടെ? 11:15 ആ മത്സരം നാട്ടിൽ നടക്കാൻ പോകുന്ന ആ ഒരു ടൈമിൽ വെച്ചൂടെ? അവിടെ ലെവർകൂസനും ആർസണലായിട്ടുള്ള മത്സരം വെച്ചിട്ടുണ്ട്. വല്ലാത്ത സങ്കടകരമായ കാര്യം തന്നെയാണ്. എന്താ ചെയ്യുക? നമുക്ക് ഈ കളിയൊക്കെ ഹൈലൈറ്റ്സ് കാണുന്ന പറഞ്ഞാൽ ഒരിക്കലും സങ്കല്പിക്കാൻ പറ്റാത്ത കാര്യമാണ്. ഇതൊക്കെ ലൈവായിട്ട് ഇരുന്നിട്ട് ആ ഒരു മൂമെന്റ് ആസ്വദിച്ച് കളി കാണണം. എന്നാല് ബദ്ധവൈരികളാണ് ഇപ്പോൾ ചാമ്പ്യൻസ് ലീഗിൽ റയൽ മാഡ്രിഡും മാഞ്ചസ്റ്റർ സിറ്റിയും. ഇവര് എങ്ങനെ നറുക്കിട്ടാലും അല്ലെ കളി ആ ഒരു റൗണ്ട് ഓഫ് 16 കയറുമ്പോൾ തന്നെ കോർട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അടുത്ത നമുക്ക് മാഞ്ചസ്റ്റർ സിറ്റി തന്നെ, അതിൽ യാതൊരു സംശയമില്ല എന്നുള്ള കാര്യത്തിലാണ് ആൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ടായത്. ഏകദേശം സോഷ്യൽ മീഡിയയിൽ എല്ലാവരും കവർ ചെയ്യുന്നതൊക്കെ തന്നെയാണ്. അടുത്ത മത്സരം ഇവരാണ് വരാൻ പോകുന്നത്. എന്താ പറഞ്ഞാൽ റയൽ മാഡ്രിഡിന് ഒരുപാട് പരിക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള കാര്യം ശരിയാണ്. പക്ഷെ ചാമ്പ്യൻസ് ലീഗ് ആണെന്നുള്ള കാര്യമാണ്. പെപ്പിന്റെ ഗാർഡിയോള എന്ന് പറഞ്ഞാല് അവര് കിടിലൻ ഫോമിലാണ് നിൽക്കുന്നത്. ഈ ഒരു ഫോമിൽ കളിച്ചു കഴിഞ്ഞാൽ നാളെ റയലിനെ എടുത്ത് പഞ്ഞി കിടുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. എന്താ കാരണം എന്ന് പറഞ്ഞാല് ഇവിടെ ഒരു സൈഡ് ഫുള്ള് വീക്കായി കിടക്കാണ്. ഇഞ്ചുറികളാണ് ഒരു സൈഡ് ഉള്ളത്. റോഡ്രി ഇല്ല, എംബാപ്പെ ഇല്ല, ബെല്ലിംഗ്ഹാം ഇല്ല, ഇതിപ്പോ കരരാസ് ഇല്ല എന്ന് പറയുന്ന അവസാനമായിട്ട് അങ്ങനെ ഇഷ്ടംപോലെ ആൾക്കാർ പരിക്കായിട്ട് കിടക്കാണ്. അവിടെ ആണെങ്കിൽ ഫുൾ സ്ക്വാഡില്ല. അതിൽ കൂടെ സെമിനി എന്ന് പറയുന്ന ആ ഗോൾ മെഷീനും കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. ഹാലൻഡ് ഒരു സൈഡ് ഗോൾ അടിക്കാൻ, ഫോർഡിനും അതേപോലെ മൊത്തത്തിൽ റോഡ്രിയൊക്കെ നല്ല ഇതിൽ തിരിച്ചു വന്നിരിക്കുകയാണ്. അവരുടെ സ്ക്വാഡിൽ ഗംഭീര പെർഫോമൻസ് ആണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവർക്കിനി തുടങ്ങിയിട്ടുള്ള കഷ്ടകാലം എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞാൽ ഇനിയിപ്പോൾ FA കപ്പ് വരുന്നുണ്ട്, കരബാവോ കപ്പ് ഫൈനൽ വരുന്നുണ്ട്. FA കപ്പിൽ ലിവർപൂളായിട്ട് നേരിടാൻ പോവാണ്, കരബാവോ കപ്പിൽ ആഴ്സണൽ നേരിടാൻ പോവാണ്, ലീഗിൽ ആഴ്സണലായിട്ടുണ്ട്, ന്യൂകാസലായിട്ട് കളി വരുന്നുണ്ട്, കളി കഴിഞ്ഞിട്ടുണ്ട്. ഇതാ ഇപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റി ആയിട്ട് ഹോമും എവേ ഉണ്ട്. അപ്പോൾ സിറ്റിക്ക് ഇതൊരു പരീക്ഷണം തന്നെയാണ്. അവർക്ക് FA കപ്പ് അടിക്കാനും അതേപോലെ കരബാവോ കപ്പ് അടിക്കാനും ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ടൈറ്റിൽ അടിക്കാനും അതേപോലെ ചാമ്പ്യൻസ് ലീഗിൽ മുന്നോട്ട് പോകാനുള്ള ഒക്കെ ഭയങ്കര ടൈറ്റ് ഷെഡ്യൂളാണെന്ന് തന്നെ പറയാം. അപ്പൊ അവർക്ക് ഈ ഫസ്റ്റ് മത്സരത്തിൽ വിജയിച്ചിട്ട് മുന്നോട്ട് പോകാൻ, എന്ന് പറഞ്ഞാൽ റയൽ മാഡ്രിഡിന്റെ ഹോം ഗ്രൗണ്ട് എന്നുള്ള കാര്യമാണ്. അവിടെ വന്നിട്ട് അവർക്ക് റയലിനെതിരെ 2-3 ഗോളിന് വിജയം നേടാൻ പറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഇത്തിഹാദിൽ റയലിന് കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരും. പിന്നെന്താന്ന് പറഞ്ഞാൽ സെക്കൻഡ് ലെഗ് ആകുമ്പോഴേക്കും എംബാപ്പെ തിരിച്ചു വരുന്നുള്ള ന്യൂസുകളൊക്കെ കേൾക്കുന്നുണ്ട്. എന്താ റയൽ മാഡ്രിഡിന്റെ ഈ സീസൺ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു സൈഡ് ഗോൾ അടിക്കാൻ എംബാപ്പെ ആണെങ്കിൽ ഗോളുകൾ വഴങ്ങാതിരിക്കാൻ വേണ്ടി കോർട്ടോ എന്ന് പറയുന്ന ഗോൾ കീപ്പർ തന്നെയാണ്. ഒരു സമയത്ത് റയൽ മാഡ്രിഡിന്റെ ആരാധകർ കോർട്ടോനെ സൈൻ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ട് വേസ്റ്റ് ഓഫ് ദ സൈനിങ് എന്ന് പറഞ്ഞിട്ടുണ്ട് ആൾക്കാർ. ഇപ്പോ കോർട്ടോനെ അങ്ങനെ പൊക്കിക്കൊണ്ടിരുന്ന എന്താ പറയുക, ഈ ചങ്ങായാണ് അത്രയും സേവ് നടത്തുന്നത്. അപ്പൊ നാളത്തെ മത്സരം നടക്കാൻ പോകുന്നത് റയൽ മാഡ്രിഡിന്റെ ഹോം ഗ്രൗണ്ടായ ബെർണബോയിൽ വെച്ചിട്ടാണ്. അപ്പൊ എന്തായിരിക്കും സംഭവിക്കാൻ പോകുക? എത്ര സ്കോറിനായിരിക്കും ജയിക്കാന്ന് ആരെന്ന് പറയുന്നില്ല. ആര് ജയിക്കാന്നുള്ളത് നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്. റയൽ മാഡ്രിഡ് ഫാൻസിനോടാണ് അവർ പറയും ഇപ്പോൾ പരിക്കുകൾ കാര്യങ്ങളൊക്കെ ഉള്ളത് ശരിയാണ്. പക്ഷെ റയൽ മാഡ്രിഡാണ്, UCL ആണ്, അവിടെ കുറച്ച് പണിയെടുക്കേണ്ടി വരും മാഞ്ചസ്റ്റർ സിറ്റിക്ക്. ഇന്നലെ നമ്മുടെ പുതിയ കോച്ച് റയൽ മാഡ്രിഡ് കോച്ച് പറഞ്ഞിട്ട് എന്ത് സർപ്രൈസ് ആണ് നമ്മുടെ പെപ്പ് ഗാർഡിയോള. എല്ലാ സമയത്തും പെപ്പ് ഗാർഡിയോള എന്തെങ്കിലുമൊക്കെ സർപ്രൈസ് കൊണ്ടുവരലുണ്ട് റയലായിട്ട് കളിക്കുമ്പോൾ. അപ്പൊ നാളെ എന്ത് സർപ്രൈസ് ആണെങ്കിലും അതിന് ഞങ്ങൾ ഒരുങ്ങി തന്നെയാണെന്ന് പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല റയലിന്റെ മുന്നോട്ട് പോക്ക് സിറ്റിയിൽ തടഞ്ഞു നിൽക്കുന്നതാണ് എൻ്റെ ഒരു തോന്നല്. പക്ഷെ ചാമ്പ്യൻസ് ലീഗ് ആണെന്നുള്ള കാര്യം മറക്കരുത്. അടുത്ത മത്സരം നോക്കുകയാണെങ്കിൽ ആഴ്സണൽ വേഴ്സസ് ലെവർകൂസൻ ആണ്. ലെവർകൂസന്റെ ഹോം ഗ്രൗണ്ടിലാണ്. ആഴ്സണൽ ഈ ഫോമിൽ കളിക്കുകയാണെങ്കിൽ ലെവർകൂസൻ അവർക്കൊരു എന്താ പറയാ, ഒരു എതിരാളികളല്ല എന്ന് പറയാം. പക്ഷെ ലെവർകൂസന്റെ ഹോം ഗ്രൗണ്ടിൽ പോയിട്ട് 1-2 ഗോളിന്റെ വിജയം നേടിയിട്ട് വരിക. അതിനുശേഷം
ആഴ്സണലിന്റെ എമിറേറ്റ്സിൽ കളികൾ റെഡി ആയിക്കോളും അവര്. അങ്ങനെയാണ് തോന്നുന്നത്. എന്താ പറഞ്ഞാൽ ആഴ്സണല് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ പറയുകയാണെങ്കിൽ ചിലപ്പോൾ 3-4 ഗോൾ ചിലപ്പോൾ അടിക്കാൻ ചാൻസ് ഉണ്ട്. ഇന്ന് കണ്ടില്ല ബയൺ മ്യൂണിക്ക് കാട്ടിയത് അറ്റ്ലാന്റയിൽ പോയിട്ട്. അതേപോലെ ഈ സീസണിൽ ഈ ചാമ്പ്യൻസ് ലീഗ് അടിക്കാനുള്ള 2 ടീമുകളാണെന്ന് ബയൺ മ്യൂണിക്ക് ആഴ്സണലും. അവർ സെമിയിൽ എന്തായാലും ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അടുത്ത മത്സരം നോക്കുകയാണെങ്കിൽ PSG ഹോം ഗ്രൗണ്ടിൽ ചെൽസി. നല്ല കളിയായിരിക്കും. എന്താ കാരണം എന്ന് പറഞ്ഞാൽ ലൂയിസ് എൻട്രിക്ക് കണക്ക് തീർക്കാണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെ അവരുടെ സ്വപ്നതുല്യമായ കുതിപ്പില് ആകെ കാലിടറി പോയത് ആ ഒരു ക്ലബ് വേൾഡ് കപ്പാണ്. അതും എല്ലാവരും സോഷ്യൽ മീഡിയയിലും എല്ലാ ജേർണലിസ്റ്റുകളും എല്ലാവരും പറഞ്ഞു PSG ഈ കപ്പും കൂടി തൂക്കിയിട്ട് എല്ലാം തൂത്തുവാരാവുന്ന എല്ലാ കപ്പുകളും തൂത്തുവാരിയിട്ട് പോകുന്നു പറഞ്ഞ സമയത്ത് ചെൽസി വന്നിട്ട് ആ ഒരു 3 ഗോളിന്റെ വിജയം PSG അങ്ങോട്ട് നിലം പരിശാക്കാന്നറില്ലേ, അമ്മാതിരി ഒരു പെർഫോമൻസ് ഇട്ട് കൊടുത്തിട്ടാണ് അവര് പോയത്. അപ്പൊ അതിന് പകരം വീട്ടാൻ വേണ്ടിയിട്ട് എന്തായാലും ലൂയിസ് എൻട്രിക്ക് ഈ ഒരു ഷെഡ്യൂൾ വരുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് ചെൽസിയെ വേണമെന്ന്. ആ ഒരു പകരം തീർത്തിട്ട് വേണം ലൂയിസ് എൻട്രിക്കിന് നന്നായിട്ട് ഉറങ്ങാൻ തോന്നുന്നുണ്ട്. അപ്പൊ എന്തായാലും തീ പാറുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല, തീ പാറുക തന്നെ ചെയ്യും. എൻ്റെ ഒരു കാഴ്ചപ്പാടില് ചെൽസിയുടെ ഈ ഒരു ഇത് നോക്കിക്കഴിഞ്ഞാൽ ഒരു കളിയിൽ നന്നായി കളിക്കുന്നുണ്ട്, ഒരു കളിയിൽ മോശം കളി കളിക്കുന്നത്. അവർ ഇങ്ങനെ നിർണായക കളികളിൽ അവരുടെ എഫേർട്ട് ഇട്ട് കളിക്കലുണ്ട്. പക്ഷേ ഈ സീസണിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ചില മത്സരങ്ങളിൽ അങ്ങനെയുള്ള തോൽവികളും സമനിലകളൊക്കെ വഴങ്ങിയിട്ടുണ്ട്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലും അതേപോലെ ചാമ്പ്യൻസ് ലീഗിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ. അപ്പൊ എന്തായിരിക്കും നാളത്തെ മത്സരത്തിലെ റിസൾട്ട്? എൻ്റെ ഒരു അഭിപ്രായത്തിൽ PSG ഒരു 2 ഗോളിന് 2-1 വിജയിക്കാനാണ് ചാൻസ് എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അപ്പോൾ എന്തായാലും കാത്തിരുന്ന് കാണാം. അത് അതിനുശേഷമുള്ള അടുത്ത മത്സരം നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇത് വലിയ കളി തന്നെയാണ്. ചെറിയ ടീമുകളുടെ വലിയ കളി പറഞ്ഞത് സ്പോർട്ടിംഗ് CPയും അതേപോലെ തന്നെ ബോർഡോ ക്ലിമിറ്റ് ഈ സീസൺ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരെയും നെട്ടിച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത്. ഇന്റർ മിലാനെ പുറത്താക്കി, മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെ വിജയം, അതേപോലെ തന്നെ നമ്മുടെ അത്ലറ്റിക്കോ മഡ്രിഡിനെതിരെ വിജയം. ഇന്റർ മിലാനെ ഹെവേലും ഓമിലും പരാജയപ്പെടുത്തിയിട്ട് തരിപ്പണാക്കിയിട്ടാണ്. അതിനുശേഷമുള്ള ഇന്റർ മിലാന്റെ ഞാൻ കളി കണ്ടു. ഇന്റർ മിലാൻ വിസസ് AC മിലാൻ ഡെർബി. അതിലും ആ ഒരു നനഞ്ഞ പടക്കം പോലെ തന്നെ ആ ഒരു തോൽവിയിൽ നിന്ന് ഇവർക്ക് ചാമ്പ്യൻസ് ലീഗ് പുറത്താൻ നിന്ന് ഉയർത്തെഴുന്നേൽക്കാൻ പറ്റിയിട്ടില്ല ഇന്റർ മിലാന്. അപ്പോ ബോർഡോ ക്ലിമിറ്റ് സ്പോർട്ടിംഗ് CP ഓൾറെഡി ചാമ്പ്യൻസ് ലീഗിന്റെ ടോപ്പ് 8 കയറിയതാണ് ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞപ്പോൾ. അവരും നല്ല പെർഫോമൻസ് ആണ് ഈ ചാമ്പ്യൻസ് ലീഗിൽ കളിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവരുടെ കളിയും കിടിലനായിരിക്കും. അപ്പോൾ ഈ ഒരു 3 കളിയൊക്കെ ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ ഏതാണോ കാണുക, ഏത് കളിയാണ് കാണാന്ന്? 2 കളിയൊക്കെ ഇരുന്ന് കാണാം, ടിവിയിലും അതേപോലെ തന്നെ മൊബൈലിലൊക്കെ ഇരുന്ന് കാണേണ്ട കാര്യമൊക്കെ ശരിയാണ്. പക്ഷെ എന്നാലും നമുക്കൊന്ന് ഫുള്ളായിട്ട് സാറ്റിസ്ഫൈഡ് ആയിട്ട് ഈ ഒരു കളി കാണണമെങ്കിൽ അത് ആ ഒരു ലൈവായിട്ട് കാണുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കുറച്ചെങ്കിലും നമ്മളോട് ഇതുണ്ടെങ്കിൽ ഫുട്ബോൾ പ്രേമികളോട് കുറച്ചെങ്കിലും കരുതൽ കാണിക്കണമെങ്കിൽ നിങ്ങൾക്ക് 2 ടൈമിലായിക്കൂടെ? ഒരു 11:15 ഒരു 1:00 ആ കളി കഴിയുമ്പോഴേക്കും ഈ കളി. അപ്പൊ ഒരുമിച്ചിരുന്ന് കാണാം. ഇത് എല്ലാം കൂടി ഒരുമിച്ച് കൊണ്ടുവച്ചിട്ട് എന്താ കാണാം? ഹൈലൈറ്റ്സ് കാണുന്ന പറഞ്ഞാലൊക്കെ ഒരു പരിധിയില്ലേ? ആ ഒരു ത്രില്ലൊക്കെ കിട്ടുമോ? ഇന്ന് തന്നെ ഇപ്പൊ കണ്ടില്ലേ ഓരോ കളികൾ മിസ്സായത്. മാഞ്ചസ്റ്റർ സിറ്റി വിസസ് റയൽ മഡ്രിഡ്. ഇതിൽ വിജയിക്കുന്നവര് നേരിടാൻ പോകുന്നത് ബയൺ മ്യൂണിക് അറ്റൻഡി. അപ്പൊ ഏകദേശം ഉറപ്പായി ബയൺ മ്യൂണിക്കാണ് അവരുടെ എതിരാളികൾ എന്ന് ഇപ്പൊ മനസ്സിലായി. എന്താ കാരണം എന്ന് പറഞ്ഞാൽ അവിടെ അറ്റാൻഡി 6-1 ഫസ്റ്റ് ലെഗിൽ പരാജയപ്പെടുത്തി. ഇനി സെക്കൻഡ് ലെഗിൽ ചിലപ്പോൾ 10+ ഗോളുകൾ അടിച്ചിട്ട് അവര് നിർത്തും. എന്താണ് ബയൺ മ്യൂണിക്കിന്റെ ഹോം ഗ്രൗണ്ടാണ് സെക്കൻഡ് ലെഗ് മത്സരം നടക്കാൻ പോകണം. അപ്പൊ എന്തായാലും ഇവിടെ നിന്ന് വിജയിച്ചാൽ ഇപ്പൊ റയൽ ആയിക്കോട്ടെ നമ്മുടെ മാഞ്ചസ്റ്റർ സിറ്റി ആയിക്കോട്ടെ പോകുന്നത് വലിയൊരു പുലിമട്ടയിലേക്കാന്നുള്ള കാര്യം ആലോചിക്കണം. അവിടെ ആഴ്സണലിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ലെവർകുസനായിട്ട് ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ബോർഡോ ക്ലിമിറ്റും സ്പോർട്ടിംഗ് CP ആണ്. ബോർഡോ ക്ലിമിറ്റ് വരികയാണെങ്കിൽ അടുത്ത അട്ടിമറിക്ക് വേണ്ടി ആഴ്സണൽ ഒന്ന് പരുകും. അതിന് മുമ്പിൽ ഒന്ന് പേടിച്ചാൽ എന്താ പറയാ, ബോർഡോ ക്ലിമിറ്റിന്റെ കളി നമുക്ക് കണ്ടാണല്ലോ അവസാന മത്സരങ്ങളൊക്കെ. അവരുടെ ഹോം ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു കളിയാണ്. ഇന്ററിനെ എവേലും പോയി പരാജയപ്പെടുത്തിയിരിക്കണം. അവരുടെ ആ ഒരു പ്ലേ മേക്കിംഗ് സ്റ്റൈലൊക്കെ കണ്ടു കഴിഞ്ഞാൽ കിളി പാറിപ്പോ. എന്ന് പറഞ്ഞാൽ ഈ ഒരു ചെറിയ കുഞ്ഞൻ ടീമാണോ, അതേപോലെ തന്നെ അവർ ചാമ്പ്യൻസ് ലീഗിൽ ഒരു പുതിയതായിട്ട് വരുന്ന ടീമാണെന്നുള്ള ഒരു തോന്നലുണ്ടാവില്ല. എക്സ്പീരിയൻസ് ആയിട്ട് കുറെ കാലമായിട്ട് ചാമ്പ്യൻസ് ലീഗ് കളിച്ച് ചാമ്പ്യൻസ് ലീഗ് അടിച്ച് പരിചയമുള്ള ടീമുകളെ പോലെയാണ് അവർ കളിക്കുന്നത്. അപ്പൊ എന്നാലും ആഴ്സണലിനെ മറികടന്നിട്ട് മുകളിലോട്ട് പോകാൻ കഴിയുമോ എന്നുള്ള കാര്യം സംശയം തന്നെയാണ്. ഈ സൈഡ് നോക്കുന്ന ബാഴ്സലോണയ്ക്ക് അറ്റ്ലറ്റിക്കോ മഡ്രിഡ് വിസസ് ടോട്ടൻഹാം ഹോട്ട്സ്പറിലെ വിജയമാണ് വരാൻ പോകുന്നത്. ബാഴ്സലോണയ്ക്ക് എന്നല്ല, ന്യൂകാസ്റ്റൽ യുണൈറ്റഡ് ബാഴ്സലോണ ഇവർ വിജയിക്കുന്നവരിൽ അതിലിപ്പോൾ ക്യാമ്പ് നൗ എന്നുള്ള ഒരു പോസിറ്റീവാണ് അവർക്ക് ബാഴ്സലോണയ്ക്ക് ഉള്ളത്. ന്യൂകാസ്റ്റലിൽ എന്തായാലും പൊരുതും. നമുക്ക് നോക്കുകയാണെങ്കിൽ അറ്റ്ലറ്റിക്കോ മഡ്രിഡ് ആയിരിക്കും കൂടുതൽ ചാൻസ്. എന്ന് പറഞ്ഞാൽ 3+ ഗോൾ അടിച്ച് ടോട്ടൻഹാം ഹോട്ട്സ്പർ ഈ ഒരു ഫോമിൽ എനിക്ക് തോന്നുന്നില്ല അവർ മുകളിലേക്ക് വരുന്നത്. അപ്പൊ എന്തായാലും സെമി ഫൈനലിൽ ഇങ്ങനെ നമ്മളൊക്കെ വിചാരിക്കുന്ന പോലെ വരികയാണെങ്കിൽ ബാഴ്സലോണ വിസസ് ആഴ്സണൽ വരാനാണ് ചാൻസ്. അതിന് മാറ്റങ്ങൾ സംഭവിക്കാം. അതേപോലെ അവിടെ സെമി ഫൈനലിൽ വരികയാണെങ്കിൽ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ബയൺ മ്യൂണിക് വിസസ് PSG വരാനാണ് ചാൻസ്.
എന്തായിരിക്കും കാത്തിരുന്ന് കാണാം. അപ്പം എന്തായാലും അപ്പോൾ ഇതോടുകൂടി ഈ വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷമായി വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ ഗോൾ പ്രൊഡിക്ഷൻ ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്.